And now we are going to the world's largest mall in the world. Yeah, Dubai. largest mall in the world. Yeah. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് മാളായ ദുബായ് മാളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ദുബായ് മാൾ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് 3 years ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. പലപ്പോഴൊക്കെ ആയിട്ട് വന്നിട്ടുമുണ്ട് മാളിലേക്ക്. പക്ഷേ ഇപ്പോഴും ഫുള്ളായിട്ട് നമ്മൾ മാള് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അതിവിടെയുള്ള ആളുകൾക്ക് മിക്കതും അങ്ങനെ തന്നെയായിരിക്കും. മാള് ഫുള്ളായിട്ട് ആർക്കും കാണാൻ അങ്ങനെ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇതേ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. സിനിമ പാർക്കിങ്ങിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ മുകളിൽ കയറി. പിന്നെ ഷോപ്പിലൊക്കെ ജസ്റ്റ് കുറേ ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. പ്രൈമാർക്ക് തുടങ്ങിയിട്ട് ഞാനിവിടെ വന്നിട്ടില്ല. മിർദിഫ് മാളിലുള്ള പ്രൈമാർക്കിൽ ഞങ്ങൾ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം മിർദിഫ് മാളിനേക്കാളും കുറച്ചും കൂടിയും സ്പേസ് ഉള്ള പോലെ എനിക്ക് തോന്നി. കുറച്ചും കൂടി ഐറ്റംസ് കൂടുതലുള്ള പോലെയും തോന്നിയിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് കണ്ടിട്ടുള്ളതാണ്. അതാ ചൈന ടൗൺ. ഇവിടെ പേരെഴുതിയിട്ടോ? ഇതാണ് ചൈന ടൗണിൻ്റെ എൻട്രൻസ് ഏരിയ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് LED ലൈറ്റ്സും പിന്നെ അവരുടെ ഒരു ചൈനീസ് ലാംപ്സും ഒക്കെ തൂക്കിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് റീൽസിലും ഫോട്ടോസിലൊക്കെയാണ് ഈ ഒരു ഏരിയ കണ്ടിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ മുഴുവനായിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങളും ഒരുപാട് റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളൊരു ചൈനീസ് മാർക്കറ്റിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന ഒരു കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അവിടെയും കുറച്ച് നേരമൊക്കെ നിന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് നേരെ പോകുമ്പോൾ ഒരു ഡൈനോസറിൻ്റെ സ്കെൽട്ടൺ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് ഒറിജിനൽ ഒരു ഡൈനോസറിൻ്റെ സ്കെൽട്ടൺ ആണ് കേട്ടോ. ഈ മാളിൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഇവിടെ ഒരുപാട് നല്ല ഏരിയ ഫോട്ടോസ് എടുക്കാനായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാൻ മാത്രമല്ല, കാണാനും നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും. ഒരുപാട് ഫ്ലവേഴ്സും പ്ലാന്റ്സും വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മാളിൻ്റെ വേറൊരു അട്രാക്ഷൻ. ഈ മാളിനകത്ത് വലിയൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മൊത്തം ഒരു അക്വേറിയത്തിൻ്റെ ഏരിയയാണ്. ഇത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഇതിനുള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തുള്ള കുറച്ച് മീനുകളൊക്കെ കണ്ടു. ഈ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്യാൻഡീസിൻ്റെ ഷോപ്പുണ്ട്. അതിനുള്ളിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് കയറി. കാരണം പുറത്ത് കാണാൻ തന്നെ അടിപൊളി ഫീൽ ഉണ്ടായിരുന്നു. ഒരുപാട് ക്യാൻഡീസ് കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ഷോപ്പ്. കാണാൻ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് വെറൈറ്റി ക്യാൻഡീസൊക്കെ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ക്യാൻഡീസൊക്കെ കഴിക്കാനും കാണാനും ഒക്കെ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സമയം ഓൾമോസ്റ്റ് ഒരു 8:30 ആയിട്ടുണ്ട് നൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഫൗണ്ടൻ ഷോ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആപ്പിളിൻ്റെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫൗണ്ടൻ്റെ ഒരു വ്യൂ ഉണ്ട്. ചില ടൈം അവിടെ താഴെ തിരക്കുള്ള സമയത്ത് അവരവിടെ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്നും കാണാൻ പറ്റും. ഞങ്ങൾ ഒരു വട്ടം വന്നപ്പോൾ അവിടെ നിന്നിട്ട് ഷോ കണ്ടിട്ടുണ്ട്. ഇന്നിതിപ്പോൾ എന്തോ അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ താഴെ പോയിട്ട് തന്നെ കാണാമെന്ന് വിചാരിച്ചു. താഴെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ട് ആളുകൾ പോയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ കയറുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. മുന്നത്തേക്കാളും കുറവാണ് ആളുകൾ ഇപ്പോൾ. ദുബായ് മാളിൽ വരുന്നവരെല്ലാവരും ഈ ഒരു ഷോ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. ഈ ഫൗണ്ടൻ ഷോ എല്ലാവരും കണ്ടിരിക്കണം. പിന്നെ വിൻ്റർ സീസണിലായിരിക്കും കുറച്ചും കൂടി
ഇത് കാണാനും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവിടെ നിൽക്കാനൊക്കെ സാധിക്കുക. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആളുകൾ കുറവുള്ളതും. അപ്പം ഞങ്ങൾ ഷോയൊക്കെ കണ്ടു. അപ്പോൾ ഫൗണ്ടൻ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സിനിമ പാർക്കിങ്ങിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറ്റും. നമ്മൾ ഈ ഒരു മെഷീനിൽ നമുക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. വണ്ടിയുടെ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ.